അയ്യാ വണക്കം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സഖാവ് പിണറായി വിജയൻ സാറിൻ്റെ പോലീസിനോടുള്ള ഒരു റിക്വസ്റ്റാണ്. എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്യാതിരിക്കരുത്. 3 സെക്കൻഡ് 30 വരി 2 കാര്യങ്ങൾ. എന്നിട്ട് എന്ത് സംഭവിച്ചു? പോലീസ് പിടിച്ചോണ്ടുപോയി. പോലീസ് പിടിച്ചപ്പോൾ കരഞ്ഞ് നിലവിളിച്ചിറങ്ങി ഓടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ കാര്യമാണ്. എന്തായിരുന്നാലും സഖാവ് പിണറായി വിജയൻ, ഞാനങ്ങനെ വിളിക്കാറില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് വിളിക്കണമെന്ന് തോന്നുന്നുണ്ട്. സഖാവ് പിണറായി വിജയൻ്റെ പോലീസ് നമ്മുടെ പ്രപഞ്ച പരാജയമായിട്ടുള്ള രാഹുൽ ഈശ്വറിനെ തട്ടിത്തോളി കയറ്റി എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ്. പിന്നെ നേരെ ജനറൽ ആശുപത്രി കൊണ്ടുവന്നു. അവിടെ വൈദ്യ പരിശോധനയൊക്കെ നടക്കുമ്പോൾ പോലും പുലിശ കമ്മീഷൻ എന്ന് പറഞ്ഞ് വിളിച്ചു കൂവുന്ന രാഹുൽ ഈശ്വറിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും അതിജീവിതയെ അതിഭീകരമായിട്ട് ആക്രമിച്ച ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞല്ല കേരള പോലീസ് രാഹുൽ ഈശ്വറിനെ തട്ടിത്തോളി കയറ്റിയിരിക്കുന്നത്. രാഹുൽ ഈശ്വർ തന്നെ പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞ് ഒരു മിനിറ്റ് പറ രാഹുൽ മാങ്കുട്ടൻ ചേട്ടൻ എന്തോ പറയാനുണ്ട്, പെട്ടെന്ന് പറ. അയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. നിരന്തരമായി സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം, അത് ലൈംഗിക അതിക്രമം മാത്രമല്ല, ക്രൂരമായ വയലൻസ്. ആലോചിച്ചു നോക്കൂ, സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ, അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കഠോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങളുടെ MLA, ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു നാടിന്റെ MLA, ഒരു ജനപ്രതിനിധി, അയാളെ കാണാനുണ്ട്. എവിടെയാണെന്ന് പറയണ്ടേ? ഒളിച്ചു കളിക്കുകയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്തു കൊടുത്ത MLA ബോർഡ് പോലും ഒഴിവാക്കി ഒരു വാഹനത്തിൽ ഇങ്ങനെ കറങ്ങി പല വേഷത്തിൽ. അയ്യൻ്റെ മോനെ, ആരാൻ്റെ ഗർഭത്തിനകത്ത് പോകുന്ന ഒരു വ്യക്തിയായി രാഹുൽ ഈശ്വർ മാറിയല്ലോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ കൺസേൺ എന്ന് പറയുന്നത്. മോനെ, നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് രാഹുൽ ഈശ്വറിനോട് ചോദിക്കാനുള്ളത്. എന്തിൻ്റെ കേടായിരുന്നുടാ കുട്ടാ നിനക്ക് എന്നാണ് കേരളത്തിലെ പൊതുസമൂഹവും രാഹുൽ ഈശ്വറിനോട് പ്രധാനമായും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം കേരള പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മന്ദം നടന്നെടുക്കുകയാണ്. മന്ദം നടന്നെടുത്തപ്പോൾ ഗാന്ധിജിയുടെ മാർഗം പിന്തുടർന്ന രാഹുൽ ഈശ്വർ ഒളിവിൽ പോകാനായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനുള്ളൊരു സെറ്റപ്പ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ കേരള പോലീസ് വന്ന് ചോദിച്ചു, ലാപ്ടോപ്പ് എവിടെ? അപ്പോൾ രാഹുൽ ഈശ്വർ ലൈവിലായിരുന്നു. അതായത് രാഹുൽ ഈശ്വർ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ ലാപ്ടോപ്പ് ടെക്നോ പാർക്കിലാണ് സാറേ എന്ന് പറഞ്ഞു. ശരി, ടെക്നോ പാർക്കിലാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ രാഹുൽ ഈശ്വറാണ്. വേണമെങ്കിൽ രാഹുൽ ഈശ്വറിനെ പറയാം, ഞാൻ പറഞ്ഞതിലൊരു തെറ്റുമില്ല എന്ന് രാഹുൽ ഈശ്വറിന് പറയാം. രാഹുൽ ഈശ്വർ ആദ്യം എന്ന് പറഞ്ഞ എന്താണ്, ഈ യുവതി രാഹുൽ മാങ്കൂട്ടത്തിനെ ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ധ്വനിയിലല്ലേ രാഹുൽ ഈശ്വർ സംസാരിച്ചത്. അതായത് യുവതി വിവാഹിതയാണ്, ഇത് മറച്ചു വെച്ചാണ് രാഹുൽ മാങ്കൂട്ടവുമായി യുവതി ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നാണ് പച്ചയ്ക്ക് പല ചാനലിലും വന്നിരുന്നുകൊണ്ട് രാഹുൽ ഈശ്വർ വിളിച്ചു കൂവിയത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഹർജിയിൽ തന്നെ പറയുന്നുണ്ട്, അതായത് യുവതി വിവാഹിതയായിരുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നു. ആ വിവാഹിതയായിരുന്നു ആ യുവതി ഗാർഹിക പീഡനം നേരിട്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആശ്വാസത്തിനായിട്ട് വരുമായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഞാൻ ഫ്രോഡുലൻ്റ് കൺസേൺ എടുത്ത് യുവതിയെ പീഡിപ്പിച്ചത് എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. പിന്നെ ഇത് പീഡനമൊന്നുമല്ല, ഇത് ബലാത്സംഗത്തിൻ്റെ കേസിന് വരും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ്. ഇവിടുത്തെ കൺസേൺ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ജനപ്രതിനിധിയോടുള്ള ജനങ്ങളുടെ ഒരു കൺസേൺ മാത്രമാണ്, അല്ലെങ്കിൽ ജനപ്രതിനിധിയോടുള്ള ജനങ്ങളുടെ ഒരു മനോഭാവം മാത്രമാണ് ഇവിടെ വിലയിരുത്തപ്പെടേണ്ടത്. ബാക്കിയല്ല അതിൻ്റെ വഴിക്ക് പോകുമെന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടം ഒരു ജനപ്രതിനിധിയാണ്. അയാളുടെ അടുത്തേക്ക് ഇപ്പോൾ ഗാർഹിക പീഡനം നേരിടുന്ന ഒരു യുവതി എത്തുകയാണ്. ആ യുവതി ഗാർഹിക പീഡനം എന്ന് പറഞ്ഞെത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ആശ്വസിപ്പിച്ച് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും അതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം. എന്തായിരുന്നാലും ഈ സാമൂഹിക ദുരന്തമായിട്ടുള്ള രാഹുൽ ഈശ്വറിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ വന്നിരിക്കുന്നത്. കേരള പോലീസ് തട്ടിത്തോളി കയറ്റിക്കൊണ്ട് പോകുമ്പോഴും രാഹുൽ ഈശ്വർ ഗാന്ധിജിയുടെ പാതയെ പിന്തുടരും എന്ന് കരുതിയവർക്ക് തെറ്റി. ഒരു വെപ്രാളവും ഒരു പരവേശവും എല്ലാം രാഹുൽ ഈശ്വറിൽ കാണാമായിരുന്നു. പക്ഷേ അദ്ദേഹം തിരിച്ചു വരും സുഹൃത്തുക്കളെ. അദ്ദേഹം എത്ര കാലം വേണമെങ്കിലും ജയിലിൽ കിടക്കാൻ തയ്യാറാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം മഹാത്മാഗാന്ധിജിയുടെ പാത പിന്തുടരുന്ന അദ്ദേഹം മഹാത്മാഗാന്ധിജി ജയിലിൽ കിടന്നതുപോലെ, മഹാത്മാഗാന്ധിജി സഹനം സഹിച്ചതുപോലെ, മഹാത്മാഗാന്ധിജി അതൊക്കെ ചെയ്ത് നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണെന്നുള്ളതാണ്. ആ മഹാത്മാഗാന്ധിജിയായിട്ടാണ് ഞാൻ ഈ വേട്ടാവളിയെ ഉപമിക്കുന്നത്. എൻ്റെ മഹാത്മാഗാന്ധിജി ക്ഷമിക്കണേ. അപ്പോൾ മഹാത്മാഗാന്ധിജി ചെയ്തതുപോലെ അദ്ദേഹം എത്ര കൊല്ലം വേണമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ജയിലിൽ കിടക്കാൻ തയ്യാറാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജയിലിലേക്ക് മന്ദം നടന്നെടുക്കുകയാണ്. കേരള പോലീസ് അദ്ദേഹത്തിനെ വീട് വളഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴും അദ്ദേഹം പതറിയില്ല. പക്ഷേ ആ സമയത്ത് ഗാന്ധിയനായിട്ടുള്ള മാർഗം ചെറുതായിട്ട് വെടിഞ്ഞോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. ഒന്ന് പേടിച്ചല്ലേ. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. സാറ് എങ്ങോട്ടാ കൊണ്ടുപോകണം സാർ?
അങ്ങനല്ല, ഞങ്ങൾ വിളിച്ച് പറയണോ? എന്താ അഡ്വക്കേറ്റ് വിളിക്കണോ? അങ്ങനെ എന്താ അറിയാമോ, എനിക്ക് തിരിച്ച് 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റൂ? എന്റെ വണ്ടി വരാമോ? എന്നാ ശരി. ഇറങ്ങി. ലാപ്ടോപ്പ് ഓഫീസിലാണ്, ടെക്നോ പാർക്ക്. പക്ഷെ ഇന്ന് അടപ്പാ. ഇന്ന് സാർ ഹലോ, ഞാൻ എന്തായാലും പോലീസുകാര് എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. പോലീസുകാര് വീട്ടിൽ വന്നിരിക്കുകയാണ്. പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ്. അതിനുവേണ്ടിയാണ് ഇവർ വന്നത്. എൻ്റെ ലാപ്ടോപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പം തന്നെ എടുത്ത് മാറ്റട്ടെ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ, അതായത് എന്താ പരാതിയെന്നും കാര്യങ്ങളും അറിയില്ല. ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന 7 മണിക്കോ 8 മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട്. അപ്പോൾ തിരിച്ച് വന്നില്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യും. ഇതെന്തറിയോ, ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ്. നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുമോ എനിക്ക് സംശയമുണ്ട്. നമുക്ക് എന്തായാലും കാണാം. എന്തായിരുന്നാലും രാഹുൽ ഈശ്വർ ആ പെൺകുട്ടിയെ നിരന്തരം എടി കള്ളി, കള്ളത്തരം പറയുന്നു, മറ്റതാണ് മറിച്ചതാണെന്ന് യാതൊരുവിധ തെളിവുമില്ലാതെ, അതാണ് അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ പുള്ളിക്കാരൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ്, ആ പെൺകുട്ടി ഇയാളെ വിവാഹബന്ധം മറച്ചു വെച്ചാണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധം സ്ഥാപിച്ചതെന്ന് പറഞ്ഞ് പൊളിഞ്ഞു പോയല്ലോ. അതുപോലുള്ള പോയിന്റ് അതാണ്. ഈ രാഹുൽ ഈശ്വർ സമൂഹത്തിൽ പറയുന്ന പല കാര്യങ്ങളും പൊളിഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും വലിയ ഉദാഹരണം സവാദിൻ്റെ ഉദാഹരണം തന്നെയാണ്. ഈ കൊമ്പം കാട് കയറിയെന്ന് തുടങ്ങിയ സിനിമയിൽ മോഹൻലാൽ പറയുന്നത് പോലെ അവൻ വീണ്ടും ബസ് കയറിയിട്ടുണ്ട്. അടുത്ത പെണ്ണിനെ മുണ്ടൂക്കി കാണിക്കാനായിട്ട് തലങ്കും വിലങ്ങും നടക്കുന്നുണ്ട്. ഈ പുരുഷ കമ്മീഷൻ എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിൽ പൂമാലയൊക്കെ ഇട്ടപ്പോൾ രാഹുൽ ഈശ്വർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം രാഹുൽ ഈശ്വറിന് പോലും അറിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്തിനു വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്ക്. അതായത് ഒരു ട്രെൻഡിങ് വിഷയം, ഈ ട്രെൻഡിങ് വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വ്യൂസ് ഒഴുകി വരുന്നതിൻ്റെ പുറകെ കാശ് ഒഴുകി വരും. അങ്ങനെ കാശ് ഒഴുകി വരുന്ന ആ കാശ് കണ്ടിട്ടാണ് പല ആൾക്കാരും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യാം. സുഡാപ്പികളുടെ നല്ല യമണ്ട സപ്പോർട്ട് കിട്ടും, നല്ല യമണ്ട സപ്പോർട്ടും മില്യൺ വ്യൂസും കിട്ടും. പക്ഷേ അതല്ലല്ലോ നമ്മുടെ പണി. ഈ രാഹുൽ ഈശ്വർ ഒരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ഇട്ട ഒരു വീഡിയോയിൽ അദ്ദേഹം ഒരു പാട്ട് പ്ലേ ചെയ്യാൻ നേരത്തെ അദ്ദേഹം പറയുന്നുണ്ട്, കോപ്പിറൈറ്റ് വരും കേട്ടോ. കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പാട്ട് പ്ലേ ആക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത്രയ്ക്ക് വലിയ ധാർമ്മികത ഉണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരട്ടെ, പാട്ടങ്ങ് പ്ലേ ചെയ്യണം എന്നങ്ങ് വിചാരിച്ചാൽ പോരെ. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് അതായത് എന്ത് വേണം? കോപ്പിറൈറ്റ് വരരുത്, മോണിറ്റൈസേഷൻ പോകരുത്, നമുക്കെന്ത് വേണം? നമുക്ക് കാശ് വേണം. ഇങ്ങനെയുള്ള രീതിയിലാണ് കാര്യങ്ങൾ വന്നത്. പല ആൾക്കാരും, ഞാൻ നെഞ്ചത്ത് കൈവച്ച് പറയുന്നത്, പല ആൾക്കാരും ഈ റീച്ച് കണ്ടിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കയറി സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ ഈ സപ്പോർട്ട് ചെയ്യുന്നവന്മാരൊന്നും അവരുടെ കുടുംബത്തിലല്ല നടയിലടുപ്പിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കതൊക്കെ അവിടെ നിർത്താം. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതാണല്ലോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. എത്ര കാലം എന്ന് പറഞ്ഞ് ഈ നാറ്റക്കേസ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളൊരു വലിയൊരു കാര്യമാണ് ഇരയുടെ പേര് വെളിപ്പെടുത്താത്ത ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് ഒരു ഇര പീഡന പരാതി കൊടുക്കുന്നു. ഇപ്പം ഞാനൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ആ പെൺകുട്ടി എനിക്കെതിരെ കേസ് കൊടുക്കുന്നു. കേസ് കൊടുക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിലെ നിയമമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമമാണെങ്കിൽ പോലും ചില സാമൂഹിക സദാചാരവാദികൾ ഈ നിയമത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ നിയമത്തെ അംഗീകരിക്കാത്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ കള്ളക്കേസ് ഒരുപാട് പെണ്ണുങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പേരൊക്കെ വെളിപ്പെടുത്തി അവിടെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണ്ടേ എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ കേട്ടാൽ ന്യായമാണ് ഈ ചോദ്യങ്ങളെന്ന് പറയും. പക്ഷേ എൻ്റെ ഇതിലുള്ള സ്റ്റാൻഡ് എന്ന് പറയുന്നത് അതൊരു കള്ളക്കേസാണെങ്കിൽ പോലും ഈ ഇരയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. അതൊരു സ്ത്രീയാണ്, അതുകൊണ്ട് ആ ഇരയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. ചിലപ്പോൾ ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും അതെങ്ങനെയാണ് ശരിയാവുന്നത്, അതിലൊരു സാമൂഹിക നീതി, ഒരു ലിംഗനീതി ഇല്ലല്ലോ എന്നൊക്കെ തോന്നും. ന്യായമായിട്ടുള്ള സംശയമാണ്, വളരെ ന്യായമായിട്ടുള്ള സംശയമാണ്. ഇത് പറയണമെങ്കിൽ ചരിത്രാതീത കാലം മുതലുള്ള നമുക്ക് ചരിത്രമൊക്കെ വിവരിക്കേണ്ടി വരും. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? സ്ത്രീകൾ എല്ലാവരും മോശപ്പെട്ട സ്ത്രീകളാണോ? ഈ കേസ് കൊടുക്കുന്ന സ്ത്രീകൾ എല്ലാവരും മോശപ്പെട്ട സ്ത്രീകളാണോ?
അതായത് ഒരു കേസ്, ഒരു പീഡന കേസ് ഒരു സ്ത്രീ ഒരാൾക്കെതിരെ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആ കേസെല്ലാം വാദിച്ചു കഴിഞ്ഞ് ആ കേസിൻ്റെ വിചാരണ എത്തുമ്പോൾ മാത്രമല്ലേ, വിചാരണ കഴിഞ്ഞ് ആ കേസിൻ്റെ വിധി നിർണ്ണയിക്കുമ്പോൾ മാത്രമല്ലേ ഈ സംഭവം തെറ്റാണോ ശരിയാണോ എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ആ സ്ത്രീ പറയുന്നത് ശരിയാണെങ്കിൽ പോലും അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി വളരെ സ്വാധീനമുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും ആ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയില്ലേ? നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ ഇപ്പോഴും ഡോമിനൻ്റ് അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. അത് പ്രൈമറി കാര്യമാണ്, ഇത് ബേസിക് സംഭവമാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീകൾ ഡോമിനൻ്റ് അല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകൾ പോലും മനസ്സിലാക്കാത്ത കാര്യം, നിങ്ങൾ ഡോമിനൻ്റ് അല്ല. പുരുഷന്മാരാണ് സമൂഹത്തിൽ ഇപ്പോഴും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു സ്ത്രീ 10 പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് വയ്ക്കുക. ഒരു സ്ത്രീ 10 പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ആ സ്ത്രീയെ സമൂഹം എന്തു പറയും? ആ സ്ത്രീയെ സമൂഹം പറയുന്നതാണ് അഭിസാരിക എന്ന് പറയും. എന്നാൽ ഒരു പുരുഷൻ 10 സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ആ പുരുഷൻ ആരാണ്? വീരൻ. ഇതാണടാ പുരുഷൻ, പൗരുഷമടാ എന്നൊക്കെ പറഞ്ഞ് ഈ സമൂഹം ആ പുരുഷനെ എന്ത് ചെയ്യും? ആ പുരുഷനെ അങ്ങ് ആദിഭീകരമായിട്ട് പുകഴ്ത്തും. ഹോ, ജോണി സിൻസ് എൻ്റെ പൊന്നോ എന്നൊക്കെ പറഞ്ഞ് ആദിഭീകരമായിട്ട് പുകഴ്ത്തുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഒരു സ്ത്രീ, ഒരു പുരുഷൻ രണ്ടുപേരും ചെയ്യുന്നത് ഒരു കാര്യം തന്നെയാണ്, കൺസെൻഷ്വൽ സെക്സ്. പക്ഷേ ഇതിൽ സ്ത്രീ മാത്രം കുറ്റക്കാരിയാകുന്നു, പുരുഷൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇത്രയും സിമ്പിളായിട്ടൊരു ഉദാഹരണം മാത്രമേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് തോന്നും ഇതിലെന്തോ ഒരു പ്രശ്നമില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? തോന്നണം. തോന്നിയാൽ മാത്രമേ ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സമൂഹം. പുരുഷന്മാരാണ് എപ്പോഴും ഡോമിനൻ്റ്. സ്ത്രീകളെപ്പോലും അവരറിയാതെ നിയന്ത്രിക്കുന്നത് പുരുഷന്മാർ തന്നെയാണ് എന്ന് നമ്മൾ കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇത് ചരിത്രാതീത കാലം മുതലുള്ള സംഭവമാണ്. സ്ത്രീ എന്ന് പറയുന്നത് പുരുഷനേക്കാളും എത്രയോ മേലെയാണ്. ഇത് പുരുഷനിൽ ഭയം ഉളവാക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും. ഈവൻ ലൈംഗികതയിൽ പോലും പുരുഷന് സ്ത്രീയോടൊത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ അടിച്ചമർത്തേണ്ടത് എല്ലാ കാലത്തും പുരുഷൻ്റെ എന്തായിരുന്നു? പുരുഷൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സ്വാഭാവികമായിട്ടും മസ്കുലിനിറ്റി ഉള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളെ എന്ത് ചെയ്യാം? അടിച്ചമർത്താനായിട്ട് പുരുഷന് ഒരു പാടുമില്ലായിരുന്നു. സ്ത്രീകൾ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ അടപ്പ് തെറിക്കും എന്ന് പല ഘട്ടങ്ങളിലും പല ചരിത്രത്തിലും പുരുഷന്മാർ തെളിയിച്ചതായി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായതായി ചരിത്രം പറയുന്നുണ്ട്. നിങ്ങൾ പഠിച്ചാൽ തന്നെ മനസ്സിലാവും, ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇനി നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് വരാം. നമ്മുടെ കേരളത്തിൽ എന്താണ് നടക്കുന്നത്? നമ്മുടെ കേരളത്തിൽ ഒരു സ്ത്രീ, ആ സ്ത്രീ പീഡന പരാതി കൊടുക്കുന്നു. പീഡന പരാതി കൊടുക്കുമ്പോൾ ആ സ്ത്രീ കൊടുത്ത പീഡന പരാതി ഒറിജിനൽ ആണെങ്കിൽ പോലും ആ സ്ത്രീക്ക് നീതി ലഭിക്കുന്നു എന്ന് വയ്ക്കുക. നീതി ലഭിച്ചു കഴിഞ്ഞാൽ പോലും ആ സ്ത്രീയുടെ മുന്നോട്ടുള്ള സാമൂഹിക ജീവിതം എങ്ങനെയായിരിക്കും? ഒളിഞ്ഞും തെളിഞ്ഞും ആ സ്ത്രീയെ ആക്രമിക്കാനായിട്ട് ഈ സമൂഹം ഫ്രണ്ടിലേക്ക് വരില്ലേ? ഉറപ്പായിട്ടും വരും. ആ സ്ത്രീക്ക് പിന്നെ ഒരു കുടുംബജീവിതം സാധ്യമാകുമോ? പീഡിപ്പിക്കപ്പെട്ട പെണ്ണ് എന്ന് ആ സ്ത്രീയെ മുദ്രകുത്തി സമൂഹം ആ സ്ത്രീയെ മാറ്റി നിർത്തില്ലേ? അങ്ങനൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പറ, ഉണ്ടോ ഇല്ലയോ? പീഡിപ്പിക്കപ്പെട്ട പെണ്ണ് എന്നൊരു ലേബലിൽ ആ സ്ത്രീ മാറ്റി നിർത്തപ്പെടും. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ഒരു സ്ത്രീ ഇറങ്ങിപ്പോയി കഴിഞ്ഞ ശേഷം ആ സ്ത്രീയെ നേരെ പോയി അവരുടെ വീട്ടുകാർ തിരിച്ചു പിടിച്ചു കൊണ്ടുവരുന്നു. വിവാഹം ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീയെ വിവാഹം കഴിക്കാനായിട്ട് ഈ വിവാഹം ഉറപ്പിച്ച് നിൽക്കുന്ന പുരുഷൻ തയ്യാറാകുമോ? ശരി, ഒരു ദിവസം ആ സ്ത്രീ ആ പുരുഷൻ്റെ കൂടെ പോയി തിരിച്ചു വന്നു. ആ സ്ത്രീയുടെ മനസ്സ് മാറി എന്ന് ഇരിക്കുക. ആ സ്ത്രീയുടെ മനസ്സ് മാറി. ഒരു ദിവസം അവൻ്റെ കൂടെ പോയപ്പോൾ മനസ്സിലായി അവൻ എന്താണ്, മോശപ്പെട്ട ഒരു വ്യക്തിയാണ്. തിരിച്ചു വന്നു, ആ സ്ത്രീയുടെ മനസ്സ് മാറി. ഈ പുരുഷൻ തയ്യാറാവുമോ ആ സ്ത്രീ വിവാഹം കഴിക്കാൻ? ഒരിക്കലും തയ്യാറാവില്ല. അതേസമയം ഒരു പുരുഷനാണെങ്കിലോ, ഒരു പുരുഷൻ 2-3 ദിവസം എവിടെയെങ്കിലുമൊക്കെ വിവാഹത്തലേന്ന് പോയിട്ട് വിവാഹത്തിൻ്റെ അപ്പോൾ കയറി വന്നാൽ പോലും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നൊരു സമൂഹമാണ് നമ്മുടെ സമൂഹം എന്ന് മനസ്സിലാക്കണം. പുരുഷന്മാർ, അതായത് ആണുങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും, 2 എണ്ണം അടിച്ചാലല്ലേ ആണാവും എന്നൊക്കെ ചിന്തിക്കുന്ന സമൂഹം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സമൂഹം. ഈ പുരോഗമനവും മാങ്ങാത്തൊലിയും തേങ്ങാക്കൊലയൊക്കെ സത്യം പറഞ്ഞാൽ നാക്കിലും മാത്രമേ ഉള്ളൂ. കുടുംബത്തിനകത്തോട്ട് കയറുമ്പോൾ എല്ലാ ചെരിപ്പ്, അതായത് ഈ പുരോഗമനത്തിൻ്റെ ചെരിപ്പ് അഴിച്ച് നടയിലിട്ടിട്ടാണ് എല്ലാവരും അകത്തോട്ട് കയറുന്നത് എന്നുള്ളതാണ് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം. അപ്പോൾ ഇര എന്ന് പറയുന്നത് സ്ത്രീ ആണെങ്കിൽ സ്ത്രീ ഇപ്പോഴും ഡോമിനൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയെ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. ഇനി കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം, പോയിൻ്റായിട്ട് ഞാൻ വിശദീകരിക്കാം.
എന്തുകൊണ്ടാണ് സ്ത്രീയുടെ പേര് വെളിപ്പെടുത്തരുത് എന്ന് നിയമം പറയുന്നത്? ഇന്ത്യയിൽ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ ഇരയുടെ തിരിച്ചറിയൽ വിവരങ്ങൾ പുറത്തുവിടുന്നത് നിയമപരമായിട്ട് കുറ്റകരമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. IPC സെക്ഷൻ 228A. BNSലെ സെക്ഷൻ വേറെയുണ്ട്, അത് ഞാൻ നോക്കിയില്ല. എന്തായാലും സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ നിരവധി കേസുകളിൽ ഇത് കർശനമായി ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ BNSൽ വരികയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, സ്ത്രീയുടെ ഐഡൻറ്റിറ്റിയിൽ പേര് പറയണമെന്നില്ല, ആ സ്ത്രീയെ മനസ്സിലാകുന്ന രീതിയിൽ സംസാരിച്ചാലും മതി, വലിയ കുറ്റകൃത്യമാണ്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ഇരയ്ക്ക് സാമൂഹികമായിട്ടുള്ള ശിക്ഷ ലഭിക്കരുത് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ, അതായത് നമ്മുടെ കേരളത്തിലടക്കം, ഇന്ത്യയിലും കേരളത്തിലും അടക്കം സാമൂഹികമായിട്ടുള്ള ശിക്ഷ എന്ന് പറഞ്ഞൊരു ശിക്ഷയുണ്ട്. പല ആൾക്കാരും ഇത്രയ്ക്ക് കടന്ന് ചിന്തിച്ച് കാണില്ല, എന്താണ് ഈ സാമൂഹിക ശിക്ഷ? നീതി നിർവഹണ കോടതി സ്ത്രീയോ പുരുഷനെയോ ശിക്ഷിച്ചോട്ടെ, പക്ഷേ ആ സ്ത്രീ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് അതിഭീകരമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ശിക്ഷയാണ്. എന്താണ് ഈ സാമൂഹിക ശിക്ഷ? വിവാഹ സാധ്യത ഒരു സ്ത്രീക്കുണ്ടോ? ഇല്ല. പക്ഷേ പുരുഷനുണ്ട്. വിവാഹ സാധ്യത പുരുഷനുണ്ട്, സ്ത്രീക്കില്ല. ഒരു പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയോ അല്ലെങ്കിൽ ഒരു റേപ്പ് വിക്റ്റിമോ വിവാഹ സാധ്യത അവർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് അവർക്ക് വിവാഹ സാധ്യത ഇല്ല, 100%-ൽ 0.01% മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജോലി സാധ്യതയുണ്ടോ? ജോലി സാധ്യത വളരെ 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 കുറവാണ് അവർക്ക്. അവരെ നമ്മളിപ്പോൾ പറയൂ, എൻ്റെ കമ്പനിയിൽ ഞാൻ ജോലി കൊടുക്കും എന്നൊക്കെ പറയുമെങ്കിലും, ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, അതായത് ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി ഏതെങ്കിലും കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും വേണ്ട കേട്ടോ, നമുക്ക് തലവേദനയാവുന്ന ആളെ, ഇത് മറ്റേ കേസിലെ പെണ്ണാണ് എന്ന് പറഞ്ഞു പരത്തുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഇനി ഒരു കുടുംബ ജീവിതം നയിക്കാനുള്ള, അതായത് കുടുംബത്തിൽ സ്വന്തം ഫാമിലിയുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള ആ യുവതിയുടെ എന്താണ് അവകാശം, ഇതും അവിടെ നിഷേധിക്കപ്പെടുകയാണ് പല സാഹചര്യങ്ങളിലും. ഇവയെല്ലാം ഇരയ്ക്ക് വിരോധമായി മാറുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അച്ഛനും അമ്മയും ചേർത്ത് നിർത്തും, ബന്ധുക്കൾ ചേർത്ത് നിർത്തുമോ? ബന്ധുക്കൾ ചേർത്ത് നിർത്തുമോ? നിർത്തില്ല. ഇത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും. ഇനി അതിലെ തന്നെ രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് ഭീഷണി, പ്രതികാരം, ഓൺലൈൻ ആക്രമണം. ഇത് മൂന്നും ഒരു സ്ത്രീ, ഒരു ഇര നേരിടേണ്ടി വരും. ഒരു പുരുഷനെക്കാട്ടിലും ഭീകരമായിട്ട് ഒരു സ്ത്രീ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. പേര് പുറത്തു വന്നാൽ ട്രോൾ ഉണ്ടാകും, സൈബർ ആക്രമണം ഉണ്ടാകും, വിക്ടിം ബ്ലെയിമിംഗ് എന്നിവ ഉണ്ടാകും. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മറ്റുള്ളവർ പരാതി നൽകാനായിട്ട് ഭയപ്പെടും. ഇതാണ് മൂന്നാമത്തെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇത്തരത്തിലൊരു സാഹചര്യം, അതായത് പേര് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മറ്റുള്ള സ്ത്രീകൾ പരാതി നൽകാൻ ഭയപ്പെടും. എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? ഞാൻ ഈ മുകളിൽ പറഞ്ഞ പല കാര്യങ്ങളും കൊണ്ടാണ് മറ്റുള്ള സ്ത്രീകൾ പരാതി നൽകാൻ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ബസ്സിലൊക്കെ കയറുമ്പോൾ ചില ഞരമ്പന്മാർ സ്ത്രീകളെ തോണ്ടയും പിടിക്കുകയൊക്കെ ചെയ്യും. സ്ത്രീകൾ സഹിച്ചു നിൽക്കും. ഭൂരിഭാഗമുള്ള സ്ത്രീകളും അങ്ങനെയാണ്, സഹിച്ചു നിൽക്കും. വളരെ ചുരുക്കമായിട്ടുള്ള സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ഇതിൽ പ്രതികരിക്കുന്നത്. ബാക്കിയുള്ള സ്ത്രീകളെല്ലാം ഇത് സഹിച്ചു നിൽക്കുകയാണ്. സഹിച്ചു നിൽക്കുക മാത്രമല്ല, സമൂഹം, അതായത് സമൂഹത്തിൻ്റെ ഒരു പൊതുബോധം എന്താണെന്നറിയാമോ? ഒരു പെൺകുട്ടിക്ക് ഒരുത്തൻ അശ്ലീല മെസ്സേജ് മെസ്സഞ്ചറിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അയക്കുകയാണെന്ന് വയ്ക്കുക. ഇവൾ അവന് നല്ലൊരു മറുപടി കൊടുത്തിട്ട് അവൻ്റെ ആ സ്ക്രീൻഷോട്ട് എടുത്ത് അവളുടെ ഫീഡിലിട്ടു. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ ഇത്തരത്തിലുള്ളതായിരിക്കും എന്നറിയാമോ? എൻ്റെ സുഹൃത്ത്, എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ഞരമ്പൻ വന്ന് സെക്ഷലി അവളോട് സംസാരിക്കുകയാണ്. ഇവൾ എന്ത് ചെയ്തു? ആ ഫോട്ടോ എടുത്തിട്ട് അവളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. താഴെ വന്ന കമൻറ്റുകൾ ഞെട്ടിക്കുന്നതാണ്. ഓ, ബ്ലോക്ക് ചെയ്തിട്ട് പോയാൽ പോലെ, എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ട് തവിടും പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത്? അപ്പം നീ അത് ആസ്വദിച്ചു എന്നൊക്കെ പറഞ്ഞാണ് കമൻറ്റ് വരുന്നത്. അതായത് അവൻ ചെയ്യും, നിങ്ങൾ ബ്ലോക്ക് ചെയ്തോളണം. അതുപോലെയാണ് ബസ്സിൽ കയറുമ്പോഴും, അതായത് അവർ പിടിക്കും, നിങ്ങൾ മാറിപ്പോക്കോണം എന്നുള്ള രീതിയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇതൊന്നും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഇത് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കണം. നിങ്ങളുടെ ഭാര്യയ്ക്കോ നിങ്ങളുടെ മകൾക്കോ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ബോധം ഉണ്ടാവൂ. അതായത് ചില ആൾക്കാർ പറഞ്ഞാൽ മനസ്സിലാവും, ചില ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കുടുംബത്തിൽ സംഭവിക്കണം, എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവൂ. അപ്പം മാത്രമേ നമ്മുടെ സമൂഹത്തിൻ്റെ ഈ അപകടകരമായിട്ടുള്ള ഈ ഒരു പകർച്ചവ്യാധിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തതായിട്ട്, ഈ നിയമം സ്ത്രീയെ പ്രതിക്ക് മുകളിലായി കാണിക്കാനല്ല കൊടുത്തിരിക്കുന്നത്. ഏതാ? ഇരയുടെ പേര് വെളിപ്പെടുത്തരുത് എന്നുള്ളത് ഒരിക്കലും പ്രതിക്ക് മുകളിലായി സ്ത്രീകളെ പ്ലേസ് ചെയ്യാനല്ല, സ്ത്രീകളെ ഇത്തരത്തിലുള്ള രണ്ടാം ഘട്ട ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ. ഈ സ്ത്രീ നിരപരാധിയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ശിക്ഷകൾ ഉണ്ടാകും. സാമൂഹികമായിട്ടുള്ള ശിക്ഷ സ്ത്രീ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ്. ഇനി കള്ളക്കേസാണെങ്കിൽ പോലും പേര് വെളിപ്പെടുത്താൻ പാടില്ലല്ലോ. അതായത് സ്ത്രീ കൊടുക്കുന്ന കേസ്, എനിക്കെതിരെ ഒരു പെൺകുട്ടി ഒരു കള്ളക്കേസ് കൊടുക്കുന്നു. അങ്ങനെ കള്ളക്കേസ് കൊടുക്കുമ്പോൾ എന്താണ്?
അതൊരു അനീതിയല്ലേ? അപ്പോൾ അതിൽ ആ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തണ്ടല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ പെൺകുട്ടി എനിക്കെതിരെ കൊടുക്കുന്നത് ഒരു കള്ളക്കേസാണ്. ഞാൻ പീഡിപ്പിച്ചിട്ടില്ല, പക്ഷേ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുക്കുന്നു. എൻ്റെ പേരും വീടും എല്ലാം പുറത്തു വരുന്നു, എൻ്റെ വീട്ടുകാരെല്ലാം നാണം കെട്ടു. പക്ഷേ ഈ ഇരയുടെ പേര് ആ സമയത്തും പുറത്തു വരാതിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു അനീതിയല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതൊരു സാധുവായിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യൻ നിയമത്തിൽ ഇതിന് വലിയൊരു പ്രശ്നമുണ്ട്. അതായത് നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കേസ് കള്ളമാണെന്ന് കോടതി തെളിയിച്ചാലും സ്ത്രീയുടെ പേര് പൊതുവിൽ പുറത്തുവിടാൻ അധികാരമില്ല എന്നുള്ളതാണ്. അത് ഇന്ത്യയുടെ നിയമമാണ്. പ്രധാനമായിട്ടും പുരുഷൻ്റെ പേര്, ഫോട്ടോ, കുടുംബ വിവരങ്ങളെല്ലാം പൊതുജന മധ്യത്തിൽ കൃത്യമായിട്ടും പോകും. ഇതിൽ ഒരു അസമത്വം, ലീഗൽ ഇംബാലൻസ് ഉണ്ടെന്ന് പല നിയമവിദഗ്ധരും വാദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിന് പിന്നിലെ സർക്കാരിനൊരു ഭയമുണ്ട്. അതെന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. കള്ളക്കേസ് തെളിഞ്ഞാൽ സ്ത്രീയെ പൊതുവിൽ തുറന്ന് ആക്രമിക്കാൻ അനുവാദം കൊടുത്താൽ യഥാർത്ഥ ഇരകൾ പോലും വരാനായിട്ട് മടിക്കും. അതായത് എനിക്കെതിരെ ഒരു സ്ത്രീ കേസ് കൊടുക്കുന്നു, ആ കേസ് കള്ളമാണെന്ന് തെളിയുന്നു, ആ സ്ത്രീയുടെ ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു, സമൂഹം അവളെ ആക്രമിക്കുന്നു, ആ സ്ത്രീ കള്ളക്കേസ് കൊടുത്തു, നിയമത്തെ ദുരുപയോഗപ്പെടുത്തിയും തെളിഞ്ഞു. പക്ഷേ ആ സ്ത്രീയെ സമൂഹത്തിൻ്റെ മുമ്പിൽ ആക്രമിക്കാനായിട്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇനി വരുന്ന സ്ത്രീകൾ, അതായത് യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ, സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ ഇത് കണ്ട് ഭയക്കും. ഇത് കണ്ട് ഭയന്നിട്ട് ആ സ്ത്രീകൾ എന്ത് ചെയ്യും? പറയാതിരിക്കും. അതായത് ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു, ആ സ്ത്രീയെ പീഡിപ്പിക്കുന്നത് സമൂഹത്തിൽ ഒരു ഉന്നതനാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ കേസിൻ്റെ ചെലവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. പൊളിറ്റിക്കലി സ്വാധീനമുള്ളവരും പണമുള്ളവരും കേസിന് പൈസ എറിഞ്ഞ് വാദിക്കും. ഈ പൈസ എറിഞ്ഞ് വാദിക്കുമ്പോൾ സ്ത്രീകൾ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ പോലും കേസ് തോറ്റുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ അവർ കേസ് തോറ്റുകഴിഞ്ഞാൽ എന്താകും? ആ സ്ത്രീയും ഒരു മോശക്കാരിയാണ് എന്ന് വരും. പക്ഷേ ആ സ്ത്രീയുടെ ഭാഗത്തായിരിക്കും ന്യായം. എന്നാൽ നേരത്തെ പല സ്ത്രീകളും ഇത്തരത്തിൽ വ്യാജ പരാതി കൊടുത്തതുകൊണ്ടും അവരുടെ പേര് പുറത്തു വന്ന് അവരെ സമൂഹം ആക്രമിച്ചതുകൊണ്ടും ഈ സ്ത്രീയും ആക്രമിക്കപ്പെടുമോ ഒരു ഭയം, ഇനി ഞാൻ കേസ് തോറ്റ് എന്നെ ആക്രമിച്ചാലോ എന്നൊരു ഭയമുണ്ടായി അതെല്ലാം ഉള്ളിലൊതുക്കി കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് ഈ സ്ത്രീക്ക് മാത്രമല്ല അനുഭവിക്കേണ്ടി വരുന്നത്, ആ കുടുംബത്തിനും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പക്ഷേ പുരുഷന് നീതി എവിടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സാമൂഹിക അപമാനം സംഭവിച്ച നൂറുകണക്കിന് കേസുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. പുരുഷന്മാർക്ക് അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇരയെ സംരക്ഷിക്കാനുള്ള നിയമമാണ് ഇവിടെ ഉള്ളത്. കള്ളപ്പരാതിയിൽ കുടുങ്ങുന്ന പുരുഷനെ സംരക്ഷിക്കാൻ സമാന ശക്തിയുള്ള നിയമമില്ല എന്നുള്ളത് യാഥാർത്ഥമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിന് യുക്തിസഹമായിട്ടുള്ള ഒരു പരിഹാരമുണ്ട്. ഇനി പരിഹാരത്തിലേക്കാണ് വരുന്നത്. യുക്തിസഹമായിട്ടുള്ള എന്ത് പരിഹാരമാണുള്ളത്? അപ്പോഴും ഇരയുടെ പേര് പുറത്തുവിടാൻ പാടില്ല എന്നുള്ള നിയമം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ കള്ളക്കേസ് കൊടുക്കുന്ന സ്ത്രീകളെ കള്ളക്കേസ് തെളിഞ്ഞാൽ കടുത്ത ശിക്ഷ നൽകാനായിട്ട് എന്തു ചെയ്യണം? കോടതി നിർദ്ദേശിക്കണം. കുറ്റാരോപിതന് നഷ്ടപരിഹാരം കൊടുക്കാനായി കോടതി നിർദ്ദേശിക്കണം. കേസിൻ്റെ ആദ്യഘട്ടത്തിൽ മീഡിയ ട്രയൽ തടയാനുള്ള കടുത്ത നിയന്ത്രണം കൊണ്ടുവരണം. ഇരയുടെയും പ്രതികളുടെയും പേര് കുറ്റം തെളിയുന്നതുവരെ രണ്ടും മറയ്ക്കാനുള്ള എന്ത് ചെയ്യണം? സെറ്റപ്പ് കൊണ്ടുവരണം. ക്ലിയർ ആയില്ലേ? വളരെ ക്ലിയറാണ്. അതായത് മീഡിയ ട്രയൽ നടത്താൻ പാടില്ല, മീഡിയ വന്നിട്ട് കൊണന്ന് അടിക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കള്ളക്കേസാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ സ്ഥാപന ജംഗമ വസ്തു അടക്കം പുരുഷൻ്റെ അടുത്തേക്ക് പോകുന്ന സെറ്റപ്പിലോട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ കനത്ത നഷ്ടപരിഹാരം പുരുഷന് കൊടുക്കണം, കടുത്ത ശിക്ഷ ഇവൾക്ക് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇരയുടെയും പ്രതിയുടെയും പേര് രണ്ടും മറയ്ക്കാനുള്ള നിയമം കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇതോടുകൂടി ഇതിനൊരു സമ്പൂർണ്ണമായിട്ടുള്ള പരിഹാരമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇതാണ് വിഷയമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ സ്ത്രീ മോശപ്പെട്ടൊരു സ്ത്രീയാണ്, അത് കള്ളപ്പരാതിയാണെങ്കിൽ പോലും ആ സ്ത്രീയുടെ പേര് വെളിപ്പെടുത്താതിരിക്കാനുള്ള കാര്യമെന്ന് പറയുന്നത് സാമൂഹികമായിട്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ഡോമിനൻ്റ് അല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് സത്യമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഇത് സംഭവിക്കുമ്പോൾ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കണം. അതായത് പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അവൻ ഏതോ ഒരു ആശുപത്രിയിൽ ചുമ്മാ ബ്ലഡ് കൊടുക്കാൻ പോയപ്പോൾ അവിടെ ഈ ഒരു ഫോം കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു, സാർ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ സാറിന് ഈ ഭാവിയിൽ ഈ ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാനായിട്ട് എളുപ്പമായിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇത് ഫില്ല് ചെയ്ത് കൊടുത്താൽ ഞാൻ പറഞ്ഞു എന്താ ഫില്ല് ചെയ്ത് കൊടുക്കാത്ത എന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു, എനിക്ക് വരില്ലല്ലോ, എനിക്ക് ക്യാൻസർ എനിക്ക് വരില്ലല്ലോ. ഇതാണ് നമ്മുടെ നാട്ടിലെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. എൻ്റെ കുടുംബത്തിൽ അത് നടക്കില്ലല്ലോ. കാരണം 6 മണി കഴിഞ്ഞാൽ അവളെ ഞാൻ വെളിയിറക്കിയിട്ട് വേണ്ടേ കുടുംബത്തിൽ ഇത് നടക്കാൻ. പോരാത്തന്നെ അവൾ എവിടെ പോകുന്നു ഞാൻ കൂടെ പോകും, തിരിച്ചു കൊണ്ടുവരും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ ഉള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ആർക്കും എന്തും എപ്പോഴും സംഭവിക്കാം എന്നുള്ളതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇരയുടെ പേര് വെളിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. ഇര പറയുന്നത് വ്യാജമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം, പോരാത്തതിന് ഇരയ്ക്ക് കടുത്ത ശിക്ഷ, പുരുഷൻ്റെയും സ്ത്രീയുടെയും പേര് മറച്ചുകൊണ്ട് മീഡിയ ട്രയലും നിരോധിക്കണം. എങ്കിൽ ഈ സംഭവം, ഈ കലാപരിപാടി അവസാനിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എനിക്കിത് ഇത്രയൊക്കെ പറ്റും. അപ്പം ശരി.